ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വൈറ്റ് കളർ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളർ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ഒഴികെ മറ്റേത് കളറുകളും ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് മറ്റൊരു ഫോട്ടോ നോക്കാം. ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് ഡ്രസ്സിൻ്റെ കളർ റെഡ് കളറാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ പോർഷൻ മാത്രമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് നോക്കാനായിട്ട് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ നമുക്ക് ഇമേജിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സിനകത്ത് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് ഇവിടെ കാണുന്ന ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളറുകളൊക്കെ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഇതുപോലുള്ള വൈറ്റ് ഡ്രസ്സിൻ്റെ കളർ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ പോർഷനെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്വിക്ക് സെലക്ഷൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഹാൻഡിൻ്റെ പോർഷനൊക്കെ ഈ സെലക്ഷനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പോർഷനെ ഈ സെലക്ഷനകത്ത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആൾട്ട് കീ പ്രസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ഷൻ സബ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോനെ അല്പം സൂം ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാം. ഇവിടെ സെലക്ഷനകത്ത് കയറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പോർഷൻ കൂടി നമുക്ക് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പോർഷൻ കൂടി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പോർഷൻ സെലക്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കളർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനകത്താണ്. ഇവിടെ നമുക്ക് സോളിഡ് കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ സോളിഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് കളറാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ലൈറ്റ് യെല്ലോ കൊടുക്കാം. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ബ്ലെൻഡിംഗ് മോഡിൽ ഇവിടെ മൾട്ടിപ്ലൈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ കളറിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് കിട്ടാനായിട്ട് നമുക്ക് കർവ്സ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ കൺട്രോൾ കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇവിടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു പോർഷൻ മാത്രമായിട്ട് സെലക്ഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ വരാം. ഇവിടുന്ന് ഞാൻ കർവ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കർവിനെ കുറിച്ചൊക്കെ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഡ്രസ്സിനകത്ത് ഡാർക്ക് ആയിട്ടുള്ള പോർഷനെ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷനെ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള പോർഷനെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ക്ലിക്ക് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിനകത്ത് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ കുറച്ചുകൂടി കൂടുതൽ ഡാർക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബ്രൈറ്റ് ആയിട്ട് ഏരിയനെ നമുക്ക് അല്പം കൂടി ബ്രൈറ്റ് ആക്കാം. ലൈറ്റായിട്ട് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളർ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സോളിഡ് ലെയറിൻ്റെ നമുക്ക് തമ്പനയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേത് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം സൂം ചെയ്ത് നോക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കളർ കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്കിവിടെ ഈ ലെയർ മാസ്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫോർഗ്രൗണ്ടിനകത്ത് വൈറ്റ് കളറാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോർഗ്രൗണ്ടിനകത്ത് വൈറ്റ് കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ പുറത്തേക്കുള്ള ഏരിയനെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും കുറച്ച് കളർ പുറത്തേക്ക് കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വീണ്ടും കളർ സ്വോപ്പ് ചെയ്യാം. ഇവിടെ ഈ ഫോർഗ്രൗണ്ടിനകത്ത് നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ടുവരാം. അതിനുശേഷം ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുറത്തേക്ക് കയറി പോയിട്ടുള്ള കളറിൻ്റെ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഈ ഒരു ഡ്രസ്സ് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കളും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.